ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. തിബെരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രഗോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവേത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിനവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജ്ജനവും അവനോട്, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെയ്പ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മദ്ദാത്തിന്റെ മകൻ, മദ്ദാത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്തദ്യോസിന്റെ മകൻ, മത്തദ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗായിയുടെ മകൻ, നഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തദ്യോസിന്റെ മകൻ, മത്തദ്യോസ് ഷെമയിയുടെ മകൻ, ഷെമയി യോസേഫിന്റെ മകൻ, യോസേഫ് യോദയുടെ മകൻ, യോദ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സൊരബാബേലിന്റെ മകൻ, സൊരബാബേൽ ശലഥിയേലിന്റെ മകൻ,
ശലഥിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിൻ്റെ മകൻ, കോസാം എൽമാദാമിൻ്റെ മകൻ, എൽമാദാം ഏരിൻ്റെ മകൻ, ഏർ യോശുവിൻ്റെ മകൻ, യോശു എലിയേസറിൻ്റെ മകൻ, എലിയേസർ യോരീമിൻ്റെ മകൻ, യോരീം മദ്ദാത്തിൻ്റെ മകൻ, മദ്ദാത്ത് ലേവിയുടെ മകൻ, ലേവി ഷിമ്യോൻ്റെ മകൻ, ഷിമ്യോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസേഫിൻ്റെ മകൻ, യോസേഫ് യോനാമിൻ്റെ മകൻ, യോനാം എല്യാഖീമിൻ്റെ മകൻ, എല്യാഖീം മെല്യാവിൻ്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തതയുടെ മകൻ, മത്തത നാഥാൻ്റെ മകൻ, നാഥാൻ ദാവീദിൻ്റെ മകൻ, ദാവീദ് ഇശ്ശായിയുടെ മകൻ, ഇശ്ശായി ഓബേദിൻ്റെ മകൻ, ഓബേദ് ബോവസിൻ്റെ മകൻ, ബോവസ് സൽമോൻ്റെ മകൻ, സൽമോൻ നഹശോൻ്റെ മകൻ, നഹശോൻ അമ്മീനാദാബിൻ്റെ മകൻ, അമ്മീനാദാബ് അരാമിൻ്റെ മകൻ, അരാം എസ്രോൻ്റെ മകൻ, എസ്രോൻ പാരസിൻ്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിൻ്റെ മകൻ, യാക്കോബ് ഇസഹാക്കിൻ്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകൻ, അബ്രഹാം തേരഹിൻ്റെ മകൻ, തേരഹ് നാഹോറിൻ്റെ മകൻ, നാഹോർ സെരൂഗിൻ്റെ മകൻ, സെരൂഗ് രഘുവിൻ്റെ മകൻ, രഘു ഫാലഗിൻ്റെ മകൻ, ഫാലഗ് ഏബേരിൻ്റെ മകൻ, ഏബർ ഷലാമിൻ്റെ മകൻ, ഷലാം കൈനാൻ്റെ മകൻ, കൈനാൻ അർഫക്സാദിൻ്റെ മകൻ, അർഫക്സാദ് ഷേമിൻ്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിൻ്റെ മകൻ, ലാമേക്ക് മെതൂശലയുടെ മകൻ, മെതൂശല ഹാനോക്കിൻ്റെ മകൻ, ഹാനോക്ക് യാരദിൻ്റെ മകൻ, യാരദ് മലല്യേലിൻ്റെ മകൻ, മലല്യേൽ കൈനാൻ്റെ മകൻ, കൈനാൻ എനോഷിൻ്റെ മകൻ, എനോഷ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ.